ഹലോ, ഇതെന്താ സംഭവം എന്നറിയാവോ? നല്ല പച്ച കളറിലിരിക്കണത് ഇത് വേറൊന്നുമല്ല, നമ്മളുടെ വാഴയിലയില്ലേ, വാഴയിലയുടെ ജ്യൂസാണിത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം ചൂടായതുകൊണ്ട് നമുക്ക് ശരീരത്തൊക്കെ മൊത്തം ചൂടുകുരു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഴയില ഉപയോഗിച്ചിട്ട് നമ്മൾ തേച്ചൊരച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചൂടുകുരുവൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ആലോചിച്ചപ്പോഴാണ്, അപ്പോൾ എന്തായാലും ഈ വാഴയിലയുടെ ജ്യൂസിനൊക്കെ നല്ല നമുക്ക് സ്കിന്നിന് ഭയങ്കര സൂപ്പറായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തതാണ്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വാഴയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സ്കിൻ നല്ല രീതിക്ക് യങ്ങാക്കും. പിന്നെ നമ്മൾക്ക് പിമ്പിൾസ്, അതുപോലെ തന്നെ അത് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ വാഴയിലയുടെ ജ്യൂസ് ഹെൽപ്പാക്കും. അത് കൂടാണ്ട് തന്നെ നമുക്കിപ്പം ചൂടിൻ്റെ ഒക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ടൊക്കെ തന്നെ സ്കിന്നിന് നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു വാഴയില ജ്യൂസിന് പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊരു സംഭവമാണ്. പക്ഷേ ഒറ്റ തവണ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നല്ലൊരു സംഭവമാണ് ഇത്. അപ്പം ജസ്റ്റ് ഒരു 3 സ്റ്റെപ്പായിട്ട് ഒരു ക്ലെൻസിങ്, ഒരു സ്ക്രബ്, ഒരു പാക്ക്, അങ്ങനെയാണ്. അതെല്ലാം ഈ നമ്മളുടെ മെയിൻ സംഭവമായിട്ടുള്ള വാഴയില ജ്യൂസ് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ക്ലെൻസിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ കുറച്ച് പാല്, നമ്മുടെ വെറും പച്ചപ്പാല്, തിളപ്പിച്ചിട്ടുള്ള പച്ചപ്പാലാണ്. ആ പാല് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിന് ശേഷം നമ്മളുടെ മെയിൻ താരമായിട്ടുള്ള ബാക്കിലെ മെയിൻ താരമായിട്ടുള്ള വാഴയില ജ്യൂസ് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലിക്വിഡ് ഫോം ആയതുകൊണ്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ശരിക്കും നമുക്ക് കയ്യിലിങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തു. അത് ഞാൻ നോക്കൂ, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ചിലയൊക്കെ പോയതാണെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ബ്രൈറ്റായ പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം വാഴയില ജ്യൂസ് തന്നെയാണ്. വാഴയില ജ്യൂസും അത് കൂടാണ്ട് ഞാൻ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രബിനായിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ താഴത്തേക്ക് ഇതിങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ താരമായിട്ടുള്ള ഇത് വാഴയില ജ്യൂസ് എടുക്കുക. ദെൻ ഇങ്ങനെ അല്ലല്ല എന്നിട്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ ഈ ജ്യൂസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു സാധനം കൂടെ യൂസ് ആക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളുടെ സ്വന്തം ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയെ പറ്റി പറയാനാണെങ്കിൽ അതും നല്ല അടിപൊളി പാക്കായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാനത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് സ്യൂട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നോർമൽ ടു ഓയിലി സ്കിന്നായിട്ടായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരാം. കാരണം അത് നമ്മുടെ ഓയിലൊക്കെ അബ്സോർബ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നാർക്കും ഒക്കെ ആയിരിക്കും, ഓയിലി സ്കിന്നാർക്കും ആയിരിക്കും നല്ലത്. അതും ഇതുപോലെ തന്നെ നമ്മൾക്ക് ടാൻ മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനും ഒക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗോതമ്പ് പൊടി. അപ്പോൾ ഞാനിന്ന് പാക്കായിട്ട് യൂസ് ആക്കാൻ പോകുന്നത് ആ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഈ നമ്മുടെ വാഴയിലയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പാക്കാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മളത് പാക്കാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ വാഴയില ജ്യൂസും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് പാക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം.
അപ്പം ഞാൻ ഫേസിൽ ഫുള്ള് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഇത് ശരിക്കും ഡ്രൈ ആവും. അപ്പോൾ അതിനുശേഷം 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതേ നോക്കി ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയുവാണ്, നമ്മൾ ഇതുപോലെ ഈ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് വെളുക്കുക എന്നുള്ളത് മാത്രമൊന്നുമല്ല നമ്മളുടെ ലക്ഷ്യം. നമ്മൾക്ക് ഉള്ള ഒരു സ്കിൻ ടോൺ ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വെളിയിലൊക്കെ പോകുന്നതുകൊണ്ട് സൺ ടാൻ, ഡസ്റ്റ് ഇതെല്ലാം അടിച്ചിട്ട് നമ്മളുടെ സ്കിൻ ഡാമേജോ. അപ്പം നമ്മൾക്ക് ജനിച്ചപ്പോഴേ കിട്ടിയിട്ടുള്ളൊരു സ്കിൻ ടോൺ ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വെളുക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്ത സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കിട്ടുന്ന, നമുക്ക് ഒരു പൈസ ചിലവും ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. അതിൽ കോഫി പൗഡറും ആട്ടപ്പൊടിയും ഇതൊക്കെയാണ്. അല്ലാതെ വാഴയില നോക്കി പറഞ്ഞാൽ നമ്മളിപ്പം എവിടെ നോക്കിയാലും നമുക്കിപ്പം കേരളത്തിൽ അത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു എന്താ പറയുക, നിരാശ ആവില്ല നിങ്ങൾക്ക് കിട്ടുക. ജസ്റ്റ് ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.